നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂലമറ്റത്തെത്തി. അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചത് കഴിഞ്ഞ മാസം. പവർ ഹൗസിലെ 5-6 ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് നിലയം അടച്ചത്. ഹൈറേഞ്ചിന്റെ തലസ്ഥാനവും ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ കട്ടപ്പന തെരഞ്ഞെടുപ്പിന് സജ്ജം. ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കാൻ LDF-ഉം ഭരണം തുടരാൻ UDF-ഉം ആവനാഴികൾ നിറച്ച രംഗത്ത്. 2 തെരഞ്ഞെടുപ്പുകളിലും 2 വീതം സീറ്റുകൾ നേടിയ NDA നില മെച്ചപ്പെടുത്തി നിർണായക ശക്തിയാകാൻ സജീവം. LDF ഭരിച്ച ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 കോടി രൂപയുടെ വികസന ഫണ്ട് പാഴാക്കിയതായി UDF ജില്ലാ നേതൃത്വം. ജില്ലയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ട് ലാപ്സാക്കിയത് നീതീകരിക്കാനാവില്ല. നടപ്പിലാക്കിയ പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നതായും നേതാക്കൾ. ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും സ്ഥാനാർത്ഥിമാരും ഉപ്പുതറ ഡിവിഷനിൽ വീടുകളിൽ വ്യാപകമായി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോമുകൾ എത്തിക്കുന്നുവെന്ന പരാതിയുമായി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി രതീഷ് വരകുമല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നിട്ടും ഇപ്പോഴും ഈ പ്രവർത്തനം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിർബാധം തുടരുകയാണെന്നും രതീഷ് വരകുമല. വിശദമായ വാർത്തകൾ. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂലമറ്റത്തെത്തി. കഴിഞ്ഞ മാസമാണ് അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചത്. പവർ ഹൗസിലെ 5-6 ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് നിലയം അടച്ചത്. നിലയത്തിലെ 2ാം ഘട്ടത്തിലെ 5-6 ജനറേറ്ററുകളുടെ വാൽവിലെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് നടന്നുവരുന്നത്. കഴിഞ്ഞ മാസമാണ് ഇതിന്റെ ഭാഗമായി പവർ ഹൗസ് അടച്ചത്. ഈ ജോലികൾ പൂർത്തിയാക്കി ഇതോടൊപ്പം 4ാം നമ്പർ ജനറേറ്ററിന്റെ ചോർച്ച കൂടി മാറ്റിവരികയാണ്. നേരത്തെ തീരുമാനിച്ചതിനു മുൻപ് തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ജോലികൾ വിലയിരുത്തുന്നതിനും ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതിനുമായാണ് മന്ത്രി മൂലമറ്റത്ത് സന്ദർശനം നടത്തിയത്. നിലവിൽ നടത്തിയ അറ്റകുറ്റപ്പണികളുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച ചെയ്തു. ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് ക്രിസ്മസ് പുതുവത്സര ഓഫറുമായി കട്ടപ്പന ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് 3000 രൂപയ്ക്ക് 5 മാസത്തെ റീചാർജ് ഉൾപ്പെടെ ഉപഭോക്താവിന് ലഭ്യമാകുന്ന തരത്തിലാണ് പുതിയ ഓഫർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മോഡവും ഇൻസ്റ്റലേഷനും തികച്ചും സൗജന്യമായിരിക്കും. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് കട്ടപ്പന ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്കായി പുതുപുത്തൻ ഓഫർ പുറത്തിറക്കിയിരിക്കുന്നത്. 3000 രൂപയ്ക്ക് 5 മാസത്തെ റീചാർജ് ഉൾപ്പെടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപഭോക്താവിന് ലഭിക്കും. മോഡവും ഇൻസ്റ്റലേഷനും തികച്ചും സൗജന്യമായിരിക്കും. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷൈൻ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 60 Mbps സ്പീഡ് ലഭിക്കുന്ന തരത്തിൽ 5G മോഡമാണ് കണക്ഷനൊപ്പം ഉപഭോക്താവിന് ലഭ്യമാക്കുക. 6500 രൂപ ചിലവ് വരുന്ന ഇന്റർനെറ്റ് കണക്ഷനാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് 3000 രൂപ ഓഫർ നിരക്കിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. കട്ടപ്പന, വെള്ളയാംകുടി, പുളിയന്മല, നെടുങ്കണ്ടം എന്നീ പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിശ്ചിത കാലയളവിലേക്കാണ് പുതിയ ഓഫർ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം 6ാമത്തെ മാസം മുതൽ ഉപഭോക്താവ് പ്രതിമാസ റീചാർജ് ചെയ്യാത്ത പക്ഷം മോഡം കമ്പനി തിരിച്ചെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9400063933 9446720398 എന്നീ ഫോൺ നമ്പറുകളിൽ ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. ഹൈറേഞ്ചിന്റെ തലസ്ഥാനവും ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ കട്ടപ്പന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ കുരുക്ഷേത്ര യുദ്ധഭൂമികയായി മാറിക്കഴിഞ്ഞു. നഗരസഭയായി ഉയർത്തപ്പെട്ട ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വലതുപക്ഷത്തെ ചേർത്തുപിടിച്ച ചരിത്രമാണ് കട്ടപ്പനയ്ക്കുള്ളത്. ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കാൻ LDF-ഉം ഭരണം തുടരാൻ UDF-ഉം ആവനാഴി നിറച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 2 തെരഞ്ഞെടുപ്പുകളിലും 2 വീതം സീറ്റുകൾ നേടിയ NDA നില മെച്ചപ്പെടുത്തി നിർണായക ശക്തിയാകാൻ തേരുതെളിച്ച് സജീവമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഹൈറേഞ്ചിന്റെ ഹൃദയഭൂവിലേത്. 1965 കട്ടപ്പന പഞ്ചായത്ത് രൂപീകൃതമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. 2015 നഗരസഭയായ ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വാണിജ്യ തലസ്ഥാനം UDF-നൊപ്പമായിരുന്നു.
2020 തെരഞ്ഞെടുപ്പിൽ കേരളമൊട്ടാകെ ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും കട്ടപ്പനയിൽ 34 സീറ്റുകളിൽ 23 സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിലെത്തിയത്. LDF 9, NDA 2 എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയെന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസിലെ ബീന ജോബിയും ഷൈനി സണ്ണി ചെറിയാനും ബീന ടോമിയും ചെയർപേഴ്സൺമാരായപ്പോൾ ജോയി വെട്ടിക്കുഴിയും ജോയി ആനത്തോട്ടവും അഡ്വക്കേറ്റ് KJ ബെന്നിയും വൈസ് ചെയർമാൻ സ്ഥാനം പങ്കിട്ടു. മുൻ വർഷങ്ങളേക്കാൾ പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും കട്ടപ്പന ശ്രദ്ധാകേന്ദ്രമാണ്. UDF-നായി മുൻ MLA-യും AICC അംഗവുമായ EM അഗസ്തിയും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും LDF സ്ഥാനാർത്ഥിയായി CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയും NDA-ക്കായി BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജനും മത്സര രംഗത്തുണ്ട്. വികസനവും പട്ടയ പ്രശ്നങ്ങളുമെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതേസമയം വിമതർ മത്സര രംഗത്തുള്ളത് UDF-ന് വെല്ലുവിളിയാണ്. മുൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 UDF വിമതർ മത്സരിക്കുന്നുണ്ട്. കട്ടപ്പന നഗരസഭയിലെ UDF-ന്റെ ഭരണം മികച്ചതായിരുന്നുവെന്ന് മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി പറയുന്നു. നഗരത്തിന് വികസനത്തിന് മുൻതൂക്കം നൽകിയുള്ള ഭരണമായിരുന്നു. യാതൊരുവിധ ആരോപണങ്ങൾക്കും ഇട നൽകിയിട്ടില്ല. ഇത്തവണ UDF അധികാരത്തിലെത്തിയാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റോഡ് വികസനത്തിന് മുൻതൂക്കം നൽകുമെന്നും EM അഗസ്തി പറഞ്ഞു. കട്ടപ്പനയുടെ വികസനത്തിൻ്റെ ഗതിവേഗം കൂട്ടാൻ മുനിസിപ്പൽ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരാക്ഷേപവും ഇവരെപ്പറ്റി പൊതുസമൂഹത്തിനുണ്ടായിട്ടില്ല. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു അവരെല്ലാവരും. തീർച്ചയായും കട്ടപ്പനയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം കൂട്ടണം. ഈ ഹൈറേഞ്ച് മേഖല ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പട്ടണമാണ് കട്ടപ്പന. UDF ഭരണത്തിന് കീഴിൽ കട്ടപ്പന നഗരസഭ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലായതായി CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ആരോപിച്ചു. നഗരവികസനം നടപ്പാക്കാനോ ഫണ്ടുകൾ യഥാസമയം വിനിയോഗിക്കാനോ കഴിഞ്ഞിട്ടില്ല. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാതെയും അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കാതെയും കട്ടപ്പനയെ പിന്നോട്ടടിച്ചതായും VR സജി ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒട്ടേറെ വികസന കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നഗര വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് സർക്കാർ അനുവദിക്കുന്നത്. ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ നഗരസഭ തികഞ്ഞ പരാജയമാണ്. ഈ കട്ടപ്പന കേരളത്തിലെ നഗരസഭകളിൽ 87 നഗരസഭകളിൽ 83-ാം സ്ഥാനത്താണ് വികസന കാര്യത്തിൽ നിൽക്കുന്നത്. റോഡ്, കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കാൻ UDF ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ പറഞ്ഞു. UDF-ലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് പദ്ധതികൾ നടപ്പാക്കാതെ നഗരസഭയെ മലീമസമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഫണ്ടുകളും കട്ടപ്പനയിൽ കൃത്യമായി വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ശ്രീനഗരി രാജൻ ആരോപിച്ചു. ഇവിടെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് കാര്യമായ യാതൊരു പുരോഗതി, ചെറിയ ചെറിയ പൊടിക്കൈകളുടെ പ്രയോഗമല്ലാതെ കാര്യമായ ഒന്നും നടന്നില്ല. എല്ലാവർക്കും അറിയാം. ഗ്രാമപഞ്ചായത്തായിരുന്ന സന്ദർഭത്തിൽ ടാക്സ് കുറവായിരുന്നു. നഗരസഭ ആയപ്പോൾ ടാക്സ് ഇരട്ടിയായി. ജനങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് അല്ലാതെ, നഗരസഭ വന്നതിന് ശേഷം ടാക്സ് കൂടിയെന്നല്ലാതെ ജനങ്ങൾക്ക് വഴി, മറ്റടിസ്ഥാന സൗകര്യ പുരോഗതി ഒന്നും തന്നെ നഗരസഭാ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിട്ടില്ല. വാർഡ് വിഭജനത്തിന് ശേഷം കട്ടപ്പനയിൽ വാർഡുകൾ 35 വർദ്ധിച്ചിട്ടുണ്ട്. 3 മുന്നണികളും പ്രചരണം ശക്തമാക്കിയും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ്. വികസനവും ഭൂപ്രശ്നങ്ങളും ഷോപ്പ് സൈറ്റ് പട്ടയ വിഷയങ്ങളുമെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കട്ടപ്പനയുടെ കരം പിടിക്കാൻ ആരെത്തുമെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. LDF ഭരിച്ച ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 കോടി രൂപയുടെ വികസന ഫണ്ട് പാഴാക്കിയതായി UDF ജില്ലാ നേതൃത്വം. ജില്ലയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ട് ലാപ്സാക്കിയത് നീതീകരിക്കാനാവില്ല. നടപ്പിലാക്കിയ പദ്ധതികളിൽ വ്യാപക അഴിമതിയും നടന്നു. കഴിഞ്ഞ 5 വർഷവും ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പദ്ധതി വിഹിതം ചെലവഴിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും UDF നേതൃത്വം തൊടുപുഴയിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള വികസന ഫണ്ടും റോഡിതര മെയിൻ്റനൻസ് ഗ്രാന്റും ഉൾപ്പെടെയുള്ള ഫണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ലാപ്സാക്കിയത്. ഇത് തുടർന്നാൽ ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിന് വികസന ഫണ്ട് ഇല്ലെന്നാവും. ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് മാത്രം പല പദ്ധതികളും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വരെ ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരു ആസൂത്രണവുമില്ലാതെ നിർമ്മാണം നടത്തിയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതായും ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ലഭ്യമായ തുക ലാപ്സാക്കി കളയുന്നതിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുകയും അതിൻ്റെ പേരിൽ
കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ജില്ലയിൽ ലാപ്സായി പോയത്, പാഴായി പോയത്. അത് വെറുതെ ആലങ്കാരികമായ ഒരു ആക്ഷേപം എന്നുള്ള നിലയിൽ പൊതുസമക്ഷം നമ്മൾ അവതരിപ്പിക്കുകയല്ല, മറിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിംഗ് കൃത്യമായ നിലയിൽ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം പൊതുജന സമക്ഷം ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് 50 കോടി രൂപയിലധികം വരുന്ന വികസന ഫണ്ട് ആ വിധത്തിൽ തന്നെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടായ പാളിച്ചയും കെടുകാര്യസ്ഥതയും മൂലം ലാപ്സായി പോയി എന്നുള്ളത് ഒരു വസ്തുതയായി നമുക്ക് കാണാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള വികസന ഫണ്ടും റോഡ് ഇതര മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള വികസന ഫണ്ടും ലാപ്സാക്കി കളയുകയാണ് കാര്യം. പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് 80% ചെലവഴിച്ചില്ലെങ്കിൽ പൊതു ഫണ്ടിൽ നിന്നും ആ തുക കിഴിവ് ചെയ്യുമെന്നുള്ള 2021 സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇത് അറിഞ്ഞുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ലാപ്സാക്കിയത് മനഃപൂർവ്വം എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പല പദ്ധതികളിലും വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകും. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല, നൽകാത്ത സേവനത്തിന് വ്യാജ ബില്ലിന്റെ മറവിൽ ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട് തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഇതുപോലെ കഴിവുകെട്ട ഭരണസമിതി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനെതിരെയുള്ള പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കി. DCC പ്രസിഡന്റ് CP മാത്യു, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും സ്ഥാനാർത്ഥിമാരും ഉപ്പതറ ഡിവിഷനിൽ വീടുകളിൽ വ്യാപകമായി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോമുകൾ എത്തിക്കുന്നുവെന്ന പരാതിയുമായി ജില്ലാ പഞ്ചായത്ത് ഉപ്പതറ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി രതീഷ് വരകുമല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടതാണ്. എന്നിട്ടും ഇപ്പോഴും ഈ പ്രവർത്തനം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിർബാധം തുടരുകയാണെന്നും രതീഷ് വരകുമല കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഉപ്പതറ ഡിവിഷൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ അവർ പരാതി വാങ്ങുവാൻ പോലും തയ്യാറായില്ലെന്നും രതീഷ് വരകുമല പറഞ്ഞു. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് ജീവനക്കാരുടെ സംഘടനകളും ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഗൗരവമായ വിഷയമായി കണക്കിലെടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും രതീഷ് വരകുമല ആവശ്യപ്പെട്ടു. ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഇനി ഒരു 6 മാസക്കാലം മാത്രമുള്ള സമയത്ത് ഈ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കാം എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിൻ്റെ തന്നെ ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൂടിയാണ്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെയുള്ള പദ്ധതി അതിപ്പോൾ എത്ര നല്ല ഉദ്ദേശത്തോടു കൂടി പ്രഖ്യാപിച്ച പദ്ധതിയാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിലേക്ക് ആളെ ചേർക്കാൻ പാടില്ല. അത് പെരുമാറ്റച്ചട്ടലംഘനമാണ്. പെരുമാറ്റച്ചട്ടലംഘനം ഉണ്ടായി എന്ന് പരാതികൾ പല തവണ ഉയർന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഞങ്ങൾ സ്പെസിഫൈഡായിട്ട് തന്നെ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി ചെയ്ത ഈ ചട്ടലംഘനം സ്പെസിഫൈഡായിട്ട് തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ രേഖകൾ ലഭിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പേര് ഞങ്ങളിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയത് ഞാൻ മത്സരിക്കുന്ന ജില്ലാ ഡിവിഷനിൽ വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരെല്ലാം തന്നെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ ഏതെങ്കിലും പ്രവർത്തകരോ ചെയ്തിട്ടുള്ള കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാനത്ത് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഒരു നയമാണ്, അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഈ വിഷയത്തിൽ വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇവരുടെ ഈ നടപടിക്രമങ്ങൾ നിർത്തിവെക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. കഴിഞ്ഞ 4.5 വർഷമായി നടപ്പിലാക്കാതിരുന്ന ഒരു പദ്ധതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തിരക്കിട്ട് നടപ്പിലാക്കുന്നതിന് ദുരുദ്ദേശം ഉണ്ട്. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്.
ഭരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ സർക്കാർ ഫണ്ടിന്റെ ദുരുപയോഗം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും രതീഷ് വരകുമല പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി BJP ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ ഓട്ടപ്രദക്ഷിണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ ഡിവിഷനിലെ വോട്ടർമാരെ പൂർണ്ണമായി നേരിൽ കാണാൻ കഴിയാത്തതിനാൽ പലരും തിരക്കിട്ട ഓട്ടത്തിലാണ്. ഓരോ സ്ഥലത്തും എത്തി വോട്ടർമാരെ ഒരു തവണയെങ്കിലും നേരിൽ കാണാനുള്ള തത്രപ്പാടിലാണ് മിക്ക ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളും. അതേസമയം ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ പലരും തങ്ങളുടെ ഡിവിഷനുകളിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കി. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ മിക്കവരും വാർഡിൽ 2 വട്ടം പ്രചരണം പൂർത്തിയാക്കി. 3-ാം വട്ടം പ്രചരണം ആരംഭിച്ചു. എൻ്റെ പേര് മിനി പ്രിൻസ്. ഞാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ കാണുവാനുള്ള ശ്രമത്തിലാണ്. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് സ്ഥാനാർത്ഥി ആൻസമ്മ മാത്യുവിനൊപ്പം ഞങ്ങൾ വീടുകൾ തോറും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നല്ല മിടുമിടുക്കിയായ സ്ഥാനാർത്ഥിയാണ് ആൻസമ്മ മാത്യു. അപ്പോൾ ഈ വാർഡ് ഞങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ഇത്തവണ UDF തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി മിനി പ്രിൻസ് പാമ്പാടുംപാറ പഞ്ചായത്ത് 6-ാം വാർഡിലായിരുന്നു പ്രചരണം നടത്തിയത്. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷൈജ സണ്ണി, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ആൻസമ്മ മാത്യു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വപ്ന ജോയി പാമ്പാടുംപാറ പഞ്ചായത്ത് 5-ാം വാർഡിലായിരുന്നു പ്രചരണം. എൻ്റെ പേര് സ്വപ്ന ജോയി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പാമ്പാടുംപാറ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിരടയാളത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പര്യടനം ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും പരമാവധി വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ കണ്ട് അവരുടെ അഭ്യർത്ഥനകളൊക്കെ കേട്ട് അവർക്ക് മാക്സിമം സഹകരണങ്ങൾ ചെയ്യുവാനാണ് ഞങ്ങളുടെ തീരുമാനം. ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷിജി കെ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PT ഷിഹാബ് എന്നിവരുമൊപ്പം ഉണ്ടായിരുന്നു. ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. ചാണ്ടിയുമ്മൻ MLA ഉമ്മൻചാണ്ടി ഉന്നതിയിൽ സന്ദർശനം നടത്തി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ചാണ്ടിയുമ്മൻ ഉന്നതിയിൽ സന്ദർശനം നടത്തിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചാണ്ടി ഉമ്മൻ MLA ഉമ്മൻചാണ്ടി ഉന്നതിയിൽ സന്ദർശനം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പൈനാവ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സാന്ദ്രമോൾ ജിന്നി, സോന ട്രീസ ജൂബി, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ജാൻസി സ്റ്റീഫൻ, ദീപ ജോസഫ്, കോമളം മോഹൻദാസ്, അനിറ്റ ജോഷി, ശിവൻ കോഴിക്കാമാലിൽ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ചാണ്ടി ഉമ്മൻ ഭവന സന്ദർശനം നടത്തിയത്. ഉമ്മൻചാണ്ടി ഉന്നതിയോട് വൈകാരിക ബന്ധമാണ് തനിക്കുള്ളതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അല്ല, ഇവിടെ എൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് ഞാൻ ഇച്ചൂടെ എൻ്റെ വ്യക്തമായ ഒരു രീതിയിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് ഞാൻ വന്നപ്പോൾ വളരെ വികാരത്തോടു കൂടിയാണ്, നിങ്ങൾ വന്നുകൊണ്ടായിരുന്നു, പലരും നിങ്ങൾ അതിനകത്ത് കണ്ടു കാണാം, ഒരു വളരെ വികാര വായ്പോടുകൂടിയാണ് സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ 40-ാം ദിവസം പള്ളിയിലോട്ട് വന്ന് അവിടെ പ്രത്യേക പ്രാർത്ഥന ഇവർ നടത്തിയത്, പ്രിയപ്പെട്ട മൂപ്പൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മളാരും മറന്നിട്ടില്ല. ഇപ്പോൾ വരുമ്പോൾ പോലും പലരും ആ ഒരു സ്നേഹവായ്പോടുകൂടെ അപ്പോൾ ഓർക്കുന്നത് കാണുമ്പോൾ വളരെയധികം ചരിതാർത്ഥ്യം അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക, നമുക്ക് മറുപടി പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വന്ന് പ്രിയപ്പെട്ട ഫ്രാൻസിസിനും അതുപോലെ തന്നെ വിവിധ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ സാധിച്ചത് അതിയായ സന്തോഷം. മഴുവടി ഉമ്മൻചാണ്ടി ഉന്നതിയിലെ സ്കൂൾ വിദ്യാർത്ഥികളുമായി ചാണ്ടി ഉമ്മൻ സംവദിച്ചു. നേതാക്കളായ ജോബി ചാലിൽ, അനീഷ് ജോർജ്, KB സെൽവം, റിയാസ് കീച്ചേരി, സുകുമാരൻ കുന്നുംപുറത്ത്, അപ്പച്ചൻ ഏറത്ത്, ടോമി താണൂലി എന്നിവർ അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നു. മൂന്നാറിൽ പോരാട്ടത്തിന് സോണിയാഗാന്ധിയും. തോട്ടം മേഖലയിലെ സോണിയാഗാന്ധി മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായി. മൂന്നാർ പഞ്ചായത്തിലെ നല്ലതണ്ണി വാർഡിലാണ് സോണിയാഗാന്ധി മത്സരിക്കുന്നത്. പേരുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും മൂന്നാറിലെ സോണിയാഗാന്ധി BJPക്കാരിയാണ്. ഇത്തവണ പഞ്ചായത്തിലെ 16-ാം വാർഡായ നല്ലതണ്ണി പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് BJPയിലെ സോണിയാഗാന്ധി. നല്ലതണ്ണി കല്ലാറിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനായ ദുരൈരാജിന്റെ മകളാണ് സോണിയാഗാന്ധി. കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയോടുള്ള ഇഷ്ടം മൂലമാണ് മകൾക്ക് ദുരൈരാജ് ഈ പേര് നൽകിയത്. என் பேர் சோனியா காந்தி.
நான் மூணார் பஞ்சாயத்தில் நல்லதனி எஸ்டேட்டு 16ஆம் வார்டில் வார்டு மெம்பருக்காக போட்டியிடுறேன். என்னோட அப்பாவுக்கு வந்து யூடிஎஃப் மேலே கொஞ்சம் இல்லை நிறையவே அவருக்கு ஆசை. அதனால அவர் சின்ன வயசாக இருக்கும்போது எனக்கு இந்த பேரை வச்சுட்டாங்க. என்னோட பேர் சோனியா காந்தி தான். எங்கள் அப்பா வச்ச பேர். எங்கள் குடும்பத்தில் எல்லாருமே காங்கிரஸ் உள்ள ஆளுங்க தான். இப்போ வந்து என்னோட ஹஸ்பண்ட் வந்து பிஜேபியில் இருக்காங்க. அவங்க பிஜேபியில் இருக்கனால அவருக்காக சப்போர்ட்டிவாக நானும் இருக்கேன். அதனால இந்த സോണിയാ ഗാന്ധി என்ற நான் ബിജെപിയിൽ മത്സരിக்கிறேன். സോണിയാഗാന്ധിയുടെ ഭർത്താവ് സുഭാഷ് ബിജെപി പ്രവർത്തകനാണ്. ഭർത്താവിനൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതോടെയാണ് സോണിയാഗാന്ധിയും ബിജെപി പ്രവർത്തകയായത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡിൽ കോൺഗ്രസിലെ മഞ്ജുള രമേശും CPM-ലെ വളർമതിയുമാണ് സോണിയാഗാന്ധിയുടെ എതിരാളികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുമളി ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡായ കുളത്തുപാലത്ത് ദേശീയ പഞ്ചഗുസ്തി താരവും മത്സരരംഗത്ത്. ലിയോ ഇ മാത്യുവാണ് NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന പഞ്ചഗുസ്തി താരം. 2025 ഹിമാചൽ പ്രദേശിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിലാണ് പഞ്ചഗുസ്തി ഇനത്തിൽ കുമളി സ്വദേശിയായ ലിയോ ഇ മാത്യു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ പുരോഗതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്താണ് സ്വന്തം നാട്ടിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലിയോ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറായത്. തനിക്ക് വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളുണ്ടെന്നും അത് വോട്ടർമാരോട് പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യമെന്നും ലിയോ പറഞ്ഞു. നമ്മുടെ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായി മുഖ്യമായി വേണ്ടത് സഞ്ചാരയോഗ്യമായ റോഡ്, കുടിവെള്ളം, വഴിവിളക്ക്. ഇവയ്ക്ക് മുഖ്യ പ്രാവീണ്യം കൊടുത്ത് നമ്മളത് നടപ്പിലാക്കാൻ ശ്രമിക്കും. രണ്ടാമതായിട്ട് കുമളി അലട്ടുന്ന കുളത്തുപാലം വാർഡിനെ അലട്ടുന്ന മുഖ്യ പ്രശ്നം വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടിന് മുഖ്യ പരിഹാരം കാണാൻ വേണ്ടി മന്നാക്കുടി ആനോച്ചാൽ ഏരിയയിലുള്ള തോടുകൾ, ഓടകളെല്ലാം സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂട്ടിയിട്ട് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് ആനവച്ചാൽ മന്നാക്കുടി റോഡിൻ്റെ ഒരു വോക്കിംഗ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ആനവച്ചാൽ മന്നാക്കുടി വോക്കിംഗ് സ്ട്രീറ്റ് വോക്ക് വിത്ത് ട്രൈബ്സ് എന്നൊരു പദ്ധതി പ്രകാരം അവിടെ നമ്മുടെ വോക്കിംഗ് സ്ട്രീറ്റിൽ അവരുടെ തനതായ ഫുഡുകൾ, കരകൗശല സാധനങ്ങൾ, അവരുടെ തനതായ കലാരൂപങ്ങളൊക്കെ ടൂറിസ്റ്റുകളെ കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അവർക്കൊരു സ്ഥിര വരുമാനം അതിലൂടെ എത്തിക്കാനും ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനൊരു ഊന്നൽ കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നതാണ്. മൂന്നാമതായിട്ട് അവിടുത്തെ യുവജനങ്ങൾക്ക് ഒരു ടർഫ്, ഒരു കളിസ്ഥലം അവിടെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ പഞ്ചായത്ത് അംഗം NS പ്രജീഷാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. UDF രംഗത്തിറക്കിയിരിക്കുന്നതാകട്ടെ CPM കുളത്തുപാലം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അനസ് മൂങ്കുഴിയിലിനെയാണ്. കുമളി ടൗൺ ഉൾപ്പെടുന്ന വാർഡ് കൂടിയായ ഇവിടെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. UDF പാമ്പാടുംപാറ മണ്ഡലം കൺവെൻഷൻ മുണ്ടിയരുമയിൽ നടന്നു. DCC സെക്രട്ടറി G മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഒരു വികസനവും നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. UDF ഭരണകാലത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ മാത്രമാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച റോഡിന്റെ കമ്മീഷനുകൾ തട്ടിയെടുക്കുകയാണ് LDF ഭരണസമിതി നടത്തിയതെന്നും DCC സെക്രട്ടറി G മുരളീധരൻ ആരോപിച്ചു. അടിസ്ഥാനപരമായി എടുത്തു പറയത്തക്ക ഒരു ഫണ്ടും വിനിയോഗിക്കാതെ ഒരു നടപടിയും ചെയ്യുന്ന 5 വർഷക്കാലം പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ ദയനീയമായിട്ടാണ് പഞ്ചായത്തിൽ കൂടി കടന്നു വന്നത് യാഥാർത്ഥ്യം. പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ ഒരു ചെറു റോഡ് പോലും പുതുതായി പുതുക്കിപ്പണിയാൻ കഴിയാതെ വലിയ ഫണ്ടില്ലാതെ വിഷമിച്ചാണ് കഴിഞ്ഞ 5 വർഷക്കാലം കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫണ്ടനുവദിക്കും, മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും അത് തിരിച്ചു പിടിക്കും, സ്പിൽ ഓവറായിട്ട് വീണ്ടുവിടും. ഒരു നടപടിയും മുന്നോട്ട് പോയി തീർച്ചയായും നമുക്ക് അതിന്റെയൊക്കെ ഒരു ഭാഗമായി അതിന്റെയൊക്കെ പോരായ്മ മാറ്റണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് നടന്ന സ്ഥാനാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ നിർവഹിച്ചു. ടോമി കരിയിലക്കുളം, മോഹനൻ കല്ലാർ, സന്തോഷ് അമ്പിളിവിലാസം, ജോസഫ് താന്നിക്കൽ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ടൗണിൽ പ്രകടനവും നടത്തി. UDF സ്ഥാനാർത്ഥികൾക്കായി ചെറുതോണിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് ചാണ്ടി ഉമ്മൻ MLA. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഫ്രാൻസിസ് അറക്കപ്പറമ്പലിലും മറ്റ് UDF സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയായിരുന്നു പ്രചരണം. ചെറുതോണി മേഖലയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും നേരിട്ടെത്തിയാണ് ചാണ്ടി ഉമ്മൻ വോട്ട് അഭ്യർത്ഥിച്ചത്. വോട്ടർമാരുടെ പ്രശ്നങ്ങൾ കേട്ടും പരിഹാരം ഉറപ്പു നൽകിയും
അദ്ദേഹം UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചു. ചാണ്ടിയുമ്മനോടൊപ്പം ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ചെറുതോണിയിലെത്തിയിരുന്നു. UDFന്റെ വികസന പദ്ധതികളെയും നിലവിലെ ഭരണത്തിന്റെ പരാജയങ്ങളെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രചരണം. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, അനീഷ് ജോർജ്, അനിൽ ആനിക്കനാട്ട, ജോയി വർഗീസ്, KM ജലാലുദ്ദീൻ എന്നിവർ പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല. നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ പ്രിന്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതായാണ് വിവരം. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട്. അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന PVC ഫ്ലെക്സ്, കൊറിയൻ ക്ലോത്ത്, പോളിസ്റ്റർ, നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് വരവ്. റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളി എത്തിലീൻ, കോട്ടൺ എന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ്. ഇവയുടെ പിൻഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാകുക. പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോകുക. വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. നിയമം പാലിച്ച് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഫ്ലെക്സ് പ്രിന്റിംഗ് ഉടമകൾ പറയുന്നു. ഇവിടെ നമ്മൾ ഈ മെറ്റീരിയലുകൾ വാങ്ങി ഇത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റ് നേരത്തെ മുമ്പ് കൊടുത്തിരുന്ന പ്രൊഡക്റ്റിനേക്കാൾ ഇരട്ടി വിലയോടുകൂടി ഈ സാധനം ആളുകൾക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പലരും പ്രിന്റിങ് എണ്ണം കുറച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് ഈ നിരോധിത മെറ്റീരിയൽ കേരളത്തിലാണ് ലഭിക്കാത്തത്. പക്ഷെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ തമിഴ്നാട്ടിൽ ഈ സാധനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഈ സാധനം പ്രിന്റ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രിന്റിങ്ങിനെ ഒരു വലിയ അളവ് പ്രിന്റിങ് കുറഞ്ഞു പോയി. നമ്മൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയിലായി. കാരണം 5 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വരുന്ന ഈ ഇലക്ഷൻ പ്രിന്റിങ്, അതൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽ വാങ്ങി വെച്ച സാധാരണപ്പെട്ട ഈ പ്രിന്റിങ് ആളുകളും അതോടൊപ്പം അതിൽ ജോലി ചെയ്യുന്ന ആളുകളും അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് ലഭിക്കേണ്ട വർക്കുകൾ അന്യ സംസ്ഥാനത്തേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ശുചിത്വ മിഷനിൽ കഴിഞ്ഞ ദിവസം വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് സ്കോഡ് തിരിഞ്ഞത് ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ ഈ നമുക്കിപ്പോൾ വന്നിട്ടുള്ള പോളി എത്തിലിൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മളിവിടെ പ്രിന്റിംഗിൽ കണ്ടിട്ടുള്ളത്. ഇതിന്റെ ബാക്ക് ഭാഗം ബ്ലാക്ക് ആണ്, ഫ്രണ്ട് വൈറ്റ് ആണ് ഈ മെറ്റീരിയൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ, ഇതിലാണ് പ്രിന്റ് ചെയ്യാൻ സർക്കാർ കോടതി ഉത്തരവുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ എല്ലാ സ്ഥലങ്ങളിലും നിരോധിത മെറ്റീരിയൽ, കൊറിയൻ ക്ലോത്ത്, ഫ്ലെക്സ് തുടങ്ങിയ സകല മെറ്റീരിയലുകളിലും പ്രിന്റ് അടിച്ച് പ്ലാസ്റ്റിക് കണ്ടന്റുകൾ കൂടുതലുള്ള ഫ്ലെക്സുകളിലൊക്കെ പ്രിന്റ് അടിച്ച് വഴി നീളെ, അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ജില്ലാ ഡിവിഷനൊക്കെ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് 100 കണക്കിന് പ്രിന്റുകൾ കൊണ്ട് വഴി നീളെ വെച്ചിട്ടുള്ളത് പച്ചയായ നിയമലംഘനമാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി ഉണ്ടാവണം. ഇത് അന്വേഷിക്കണം. ഇതിന്റെ സ്ക്വാഡുകൾ ഇത് കണ്ടുപിടിക്കണം. കാരണം ഇതിൽ നമുക്കൊരു QR കോഡ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അംഗീകൃത മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം. നിയമലംഘനം കണ്ടെത്തിയാൽ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ്. എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയോരത്ത് വച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം സജി വെള്ളിയാന്തടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസിൽ ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ മെമ്പർഷിപ്പ് നൽകി. വിവിധ പാർട്ടികളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചവരാണ് കേരള കോൺഗ്രസിലേക്ക് കടന്നുവരുന്നത്. ഇത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ധാരാളം നേതൃനിരയിലുള്ള ആൾക്കാർ വിവിധ പാർട്ടിയിൽ നിന്നായി കടന്നു വരുന്നു എന്നുള്ളത് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളവും തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരള കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിയിട്ടുള്ള ആശയങ്ങളോടുള്ള യോജിപ്പാണ്. ഇന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ
കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ മുഖ്യധാര പ്രവർത്തകനായിരുന്ന സജി വെള്ളിയാന്തളം ഇന്ന് കേരള കോൺഗ്രസിൽ ചേർന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുക. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെയും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. 30 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അർഹതപ്പെട്ടവർക്ക് സീറ്റ് നിഷേധിച്ച പേയ്മെന്റ് സീറ്റ് നൽകാനുമാണ് പാർട്ടി നേതാക്കൾക്ക് താൽപര്യമെന്ന് സജി വെള്ളിയാന്തടം ആരോപിച്ചു. എന്നെ സ്വീകരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയോടും എനിക്ക് മെമ്പർഷിപ്പ് നൽകിയ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കെടുകാര്യസ്ഥ, പേയ്മെൻറ്റ് സീറ്റ് അത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രം നേതാക്കന്മാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 30 വർഷമായി അവർ കോൺഗ്രസ് പാർട്ടി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു അഹങ്കാരം അവർക്ക് തലയ്ക്ക് പിടിച്ചിട്ട് വർഷങ്ങളായി. ഇപ്രാവശ്യം ആ അഹങ്കാരത്തിനൊരു മറുപടി ജനങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേതാക്കളായ ഷിജോ തടത്തിൽ, വാവച്ചൻ പെരുവിലങ്ങാട്ട്, സനീഷ് ജോസഫ്, ബേബി ഐക്കര, CK രാജു എന്നിവരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. കാലാകാലങ്ങളായി കൈവശം വെച്ചു വരുന്ന ഭൂമി വ്യാജരേഖ ചമച്ച് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയുമായി കുടുംബം രംഗത്ത്. ചപ്പാത്ത് പുത്തൻപുരയ്ക്കൽ മരുതുപാണ്ടിയും ഭാര്യ മീനാകുമാരിയുമാണ് ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ സർവേ നമ്പർ 24/1-ൽപ്പെട്ട ഭൂമി ചപ്പാത്ത് കൈതക്കൽ മത്തായി വ്യാജരേഖയുണ്ടാക്കി കൈവശപ്പെടുത്തിയെന്നാണ് പരാതി. 1965-ൽ വറുവിൽ കങ്കാണി എന്ന ആളുടെ പക്കൽ നിന്നും തങ്ങളുടെ മുത്തച്ഛനായ ഗുരുസ്വാമി വാങ്ങിയ ഭൂമിയാണിതെന്നാണ് പരാതിക്കാരായ ചപ്പാത്ത പുത്തൻപുരയ്ക്കൽ മരുതുപാണ്ടിയുടെയും ഭാര്യ മീനാകുമാരിയുടെയും വാദം. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ 367 നമ്പറിലായിരുന്നു കെട്ടിടം. ഗുരുസ്വാമി പാണ്ടി എന്ന ആളുടെ പേരിൽ കരം അടച്ചു വരുന്നതാണ്. ഇപ്പോൾ ഈ കെട്ടിടം 10-ാം വാർഡിൽ 1-ാം നമ്പർ കെട്ടിടമായി കൈതക്കൽ മത്തായി എന്നയാളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ക്രമവിരുദ്ധ നടപടിക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കൂട്ടുനിന്നതായും കുടുംബം ആരോപിക്കുന്നു. ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ കൈതക്കൽ മത്തായിയുടെ അടുത്ത് ഞങ്ങൾ 1,00,000 രൂപയ്ക്ക് സ്ഥലം നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ സ്ഥലത്തിൻ്റെ വില കുറച്ചതിനാൽ ഞങ്ങളത് കൊടുത്തില്ല. 75,000 രൂപയ്ക്ക് ചോദിച്ചു, ഞങ്ങളത് നൽകിയില്ല. അപ്പം പാറമട ഇവിടെ ഹൈവേ മലയോര പാറ പൊട്ടിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ആ സ്ഥലം അവർക്ക് കൊടുത്തിരുന്നു. അന്നേരമാണ് പുള്ളി ഇവിടെ പ്രശ്നമായിട്ട് വന്ന എൻ്റെ സ്ഥലമാണ് എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഈ പട്ടയമൊന്നുമില്ല, വ്യാജ പട്ടയമാണ്, അവിടെ ആർക്കും പട്ടയമില്ല. രമണൻ എന്നൊരു ചേട്ടൻ്റെ അവരുടെ പട്ടയത്തിൽ വെച്ചാണ് ഈ 2 സ്ഥലവും പാറ പൊട്ടിച്ചത്. ഞങ്ങൾക്ക് അവർ ഈ പാറ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ 3 ഷട്ടർ പണിത് തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ പാറമട അവർ പൊട്ടിച്ചെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഷട്ടറൊന്നും പണിത് തന്നില്ല. പിന്നെ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവർ ആ പാറമട ഇച്ചിരി കയറ്റി പൊട്ടിച്ചു. ഞങ്ങൾക്ക് പുതിയ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പാറ പൊട്ടിച്ചത്. അവസാനം ഞങ്ങൾക്ക് ആ പാറമട വീട് വയ്ക്കാനൊന്നും സാധിച്ചില്ല. പഞ്ചായത്തിൽ ചോദിച്ചപ്പോൾ അവിടെ പെർമിറ്റ് ലഭിക്കുകയില്ല, ഭയങ്കര ഉയരത്തിലാണ് പൊട്ടിച്ചിരിക്കുന്നത്, അപകട മേഖലയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ സ്ഥലത്ത് വീട് വയ്ക്കാതെ ഞങ്ങളുടെ പഴയ വീടിൻ്റെ മണ്ടയിൽ ഒരു വീട് വെച്ച് തന്നു. പക്ഷേ ഇപ്പോൾ ആ ഷാപ്പിന് പെർമിറ്റ് പഞ്ചായത്തിൽ നിന്ന് നൽകി ഞങ്ങളുടെ സ്ഥലം കയ്യേറി പുള്ളി അവിടെ കള്ളുഷാപ്പ് നടത്താൻ പോവുകയാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് അധികൃതർ ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചു മാറ്റാൻ പ്രദേശത്തെ താമസക്കാരിൽ നിന്നും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു. പാറ പൊട്ടിച്ചു മാറ്റി കഴിയുമ്പോൾ ഇവിടെ 2 ഷട്ടർ നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു പരാതിക്കാരോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് നിയമപരമായി ഈ കെട്ടിടം പണിയുവാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതോടെ പകരമായി ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് കെട്ടിടം പണിതു നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നമുള്ള സ്ഥലത്ത് ഇപ്പോൾ എതിർകക്ഷി ഷാപ്പിനായി പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടത്തിവരികയാണെന്നും കുടുംബം പറയുന്നു.
വിഷയവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ്, ലാൻഡ് അസൈൻമെന്റ് ഓഫീസർ, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് സെക്രട്ടറി, ഉപ്പുതറ പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുള്ളതായും കുടുംബം പറഞ്ഞു. ഭൂമി സംബന്ധിച്ച വ്യക്തമായ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടായിട്ടും ഭൂമി തിരികെ വാങ്ങി നൽകാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. കൂടാതെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചന്ദനമരം അടക്കമുള്ള തടികളും എതിർകക്ഷി മുറിച്ചു മാറ്റിയതായും പരാതിയുണ്ട്. കട്ടപ്പന നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും ഡിസംബർ 4 വ്യാഴാഴ്ച രാവിലെ 9:30 ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കാർത്തിക ദിന സന്ദേശവും ഭദ്രദീപ തെളിയിക്കലും നടത്തും. വൈകിട്ട് 11,111 കാർത്തിക വിളക്കും തെളിയിക്കും. നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും ഡിസംബർ 4 വ്യാഴാഴ്ച ക്ഷേത്രസന്നിധിയിൽ നടക്കും. കാർത്തിക ദിനത്തിൽ ക്ഷേത്രം മേൽശാന്തി വിഷ്ണു മാമ്പള്ളി പൊങ്കാല അടുപ്പിലേക്ക് ഭദ്രദീപം പകർന്നു നൽകും. നെരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവവും കാർത്തിക വിളക്കും പ്രത്യാദരപൂർവ്വം ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ ശബരിമല എന്നും ഹൈറേഞ്ചിലെ ആറ്റുകാൽ എന്നും വിശേഷിക്കപ്പെടുന്ന പുതിയകാവിലെ ദേവീസന്നിധിയിൽ നൂറുകണക്കിന് ദേവീഭക്തരാണെന്ന ദിവസം പൊങ്കാല അർപ്പിക്കുവാൻ ജില്ലയുടെ നാനാഭാഗത്ത് പോയിട്ടുണ്ട്. അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ക്ഷേത്രസന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം വിതരണം ആരംഭിക്കും. വൈകിട്ട് 6 മണി മുതൽ കോഴിക്കോട് ഭദ്ര KMP നയിക്കുന്ന സോപാന സംഗീതം അരങ്ങേറും. രാവിലെ 11 മുതൽ മഹാപ്രസാദമുട്ടും. വൈകിട്ട് 6:30 ക്ഷേത്രം ചെയർമാൻ KK തങ്കപ്പൻ 11,111 ദീപങ്ങൾ തെളിയിക്കുന്ന കാർത്തിക വിളക്കിൽ ഭദ്രദീപം തെളിയിക്കും. 2025 ഡിസംബർ മാസം 4 തീയതി 1201 വൃശ്ചിക മാസം 18 തീയതി വ്യാഴാഴ്ച രാവിലെ 8:30 പൊങ്കാല മഹോത്സവം നമുക്ക് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് രാവിലത്തെ ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 11,111 ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള കാർത്തിക വിളക്കാണ്. കുമാരി ഭദ്ര KMP ആണ് സോപാന സംഗീതത്തോടുകൂടി കാർത്തിക വിളക്ക് തെളിയിക്കുന്നത്. 7 മണിക്ക് വിശേഷാൽ ദീപാരാധനയുടെ ചടങ്ങുകൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ലിജു പമ്പാവാസൻ, സെക്രട്ടറി KR അനിൽകുമാർ, രക്ഷാധികാരി J ജയകുമാർ, വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ, വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട, സദാനന്ദൻ, സന്ദീപ് നിലയം, നിർമ്മൽ ചുറ്റെഴുത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റോട്ടറി ആൻഡ്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ സൗജന്യ ഡയബറ്റിക് റെറ്റിനോപ്പതി നേത്ര ചികിത്സാ ക്യാമ്പ് 3 തീയതി ബുധനാഴ്ച രാവിലെ 9:30 മുതൽ അമർജവാൻ റോഡിലെ ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ ഓഫീസ് ഹാളിൽ നടക്കും. റോട്ടറി ആൻഡ്സ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3205 ഹാർമണി പ്രൊജക്ടിലെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് നടത്തുന്നത്. റോട്ടറി ആൻഡ്സ് ക്ലബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന, കാഞ്ചിയാർ കുടുംബ ആരോഗ്യ കേന്ദ്രം, ഇടുക്കി ജില്ലാ ആശുപത്രി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹം അതായത് കണ്ണിനെ ബാധിക്കുന്ന അസുഖം കണ്ടെത്തുന്നതിനുള്ള ഈ പ്രത്യേക ക്യാമ്പ് നടത്തുന്നത്. റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ 3205 ഹാർമണി പ്രൊജക്റ്റായ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ എന്ന പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഒപ്റ്റോമെട്രിസ്റ്റ്, കോർഡിനേറ്റർ, അസിസ്റ്റന്റ് എന്നിവരടങ്ങുന്ന ജില്ലാ ആശുപത്രിയിലെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. പരിശോധനയിൽ ആവശ്യമായി വന്നാൽ മരുന്നുകളും തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും നൽകുമെന്ന് TA വിനോദ് കുമാർ, അജോ എബ്രഹാം, ഫാദർ ജെയിംസ് കുര്യൻ, PM ജോസഫ്, ആൻസി കുര്യൻ, മെർലിൻ അജോ, ഷെർലി ബൈജു, രാജി സന്ദീപ്, ഷാനിത എന്നിവർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിദ്ധീകരിക്കുന്ന 2026 കലണ്ടറിന്റെ പ്രകാശനം ഇരട്ടയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു. മന്നത്ത് ആചാര്യ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷേർലി രഘുനാഥൻ നായർ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷേർലി രഘുനാഥൻ നായർ യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാറിന് കലണ്ടർ നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നായർ സഹോദര സമാജത്തിന്റെ സാമൂഹിക ക്ഷേമ പരിപാടികളുടെ ഭാഗമായി നൽകിവരുന്ന സാമ്പത്തിക സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. ജന്മനാ കിടപ്പുരോഗിയായ കുട്ടിയുടെ ചികിത്സയ്ക്കായി അനുവദിച്ച 25,000 രൂപയുടെ ചെക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി AJ രവീന്ദ്രൻ കാര്യയോഗം സെക്രട്ടറി A അനീഷ്ന കൈമാറി. ശ്രീപത്മനാഭപുരത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ
ശ്രീപത്മനാഭപുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയെപ്പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം ഇവിടെ ഒരു വലിയ കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല. മറിച്ച് ഒരു വലിയ കെട്ടിടം പണിത് അത് കേന്ദ്രമാക്കി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന, കരുത്ത് പകരുന്ന ഒരു വലിയ കേന്ദ്രമായി ഇതിനെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. നിർധനരായ രോഗികളെ സഹായിക്കുക, പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ നൽകുക, മുതിർന്നവരായ അശരണരായ മുതിർന്ന ആളുകൾ അവരെ സംരക്ഷിക്കുക തുടങ്ങി വലിയ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട്. ദുബായ് നായർ സഹോദര സമാജം പ്രസിഡന്റ് ഗിരീഷ് സി നായർ, സെക്രട്ടറി സജീവ് മേനോൻ, ട്രഷറർ പ്രമോദ് CP എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണത്തിനുള്ള പണം സമാഹരിച്ചത്. ജനുവരി 2-ന് മന്നംചേന്തി സമ്മേളനം വിപുലമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണത്തിനും വിജയകരമായ നടത്തിപ്പിനുമായി 101-അംഗ സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ KV വിശ്വനാഥൻ, PG രവീന്ദ്രനാഥ്, TK അനിൽകുമാർ, വനിതാ സമാജ ഭാരവാഹികൾ, കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സ്കൂൾ കായികമേളയിൽ ഷോട്ട്പുട്ട്, ഡിസ്കസ് ത്രോ ഇനങ്ങളിൽ വിജയിച്ച അണക്കര ചെല്ലാർകോവിൽ സ്വദേശി അജയ് മിലാനോയെ അനുമോദിച്ചു. LDF ചെല്ലാർകോവിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ജില്ലാ സ്കൂൾ കായികമേളയിൽ അണക്കര ചെല്ലാർകോവിൽ ആലക്കളത്തിൽ ജയന്തിയും അമ്പിളിയുടെയും മകനായ അജയ് മിലാനോ ജൂനിയർ വിഭാഗം ഷോട്ട്പുട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനവും ഡിസ്കസ് ത്രോയിൽ 2-ാം സ്ഥാനവും നേടിയിരുന്നു. ഇതേ തുടർന്നാണ് LDF ചെല്ലാർകോവിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. DYFI ജില്ലാ പ്രസിഡന്റ് S സുധീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കൊച്ചനുജൻ നമ്മളുടെ ചെല്ലാർകോവിലിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന രൂപത്തിലാണ് ജില്ലാതലത്തിൽ തന്നെ ഷോട്ട്പുട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത്. നമുക്കെല്ലാം ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിൽ അവൻ എത്തട്ടെ. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഉയരട്ടെ. നമ്മളാൽ കഴിയുന്ന അവന് പ്രചോദനമാകുന്ന അവന് പരിശീലനത്തിന് ഇപ്പം മറ്റ് സഹായങ്ങൾക്കെല്ലാം നമ്മളെല്ലാവരും അവനോടൊപ്പമുണ്ട്. ഈ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അജയ് കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അവനോടൊപ്പം ഹൃദയപൂർവ്വം അവന് ഇത്തരമൊരു അഭിമാനകരമായ നിമിഷം എത്തിപ്പെടാൻ വേണ്ടി അവൻ നടത്തിയ കഷ്ടപ്പാട്, പ്രയത്നം, അതിനൊക്കെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ട്. വണ്ടൻമേട് പഞ്ചായത്ത് 10-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സണ്ണി കാവുങ്കൽ മൊമന്റോ കൈമാറി. ജോബിൻ ആന്റണി, വിഷ്ണു ശിവൻ, KJ ജോഹന്നാച്ചൻ, EJ ആന്റണി, രാജേഷ് KR തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ സതീഷ് KN ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വോസാഡ് ഹാളിൽ വെച്ചാണ് സംസ്ഥാനതല ഭിന്നശേഷി ദിനാചരണവും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി വാദ്യമേളവും നടന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗൺ, വോസാഡ്, ABSS, KCDA, വള്ളക്കടവ് സ്നേഹസദൻ, വെള്ളയാങ്കുടി അസിസി സ്പെഷ്യൽ സ്കൂൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. KCDA പ്രസിഡന്റ് തോമസ് PP അധ്യക്ഷനായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് KN ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കഴിവ് കുറവുണ്ടെങ്കിൽ അതിനെ കവച്ചു വെക്കാനായിട്ട് മറ്റൊരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം പേരും ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനവും സ്നേഹവും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനങ്ങളായാലും ശരി, മറ്റ് സ്ഥാപനങ്ങളായാലും ശരി, എല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളും നിങ്ങളുടെ അവസരങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വൊസാഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ആന്റണി, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ പ്രസിഡന്റ് പ്രദീപ് S മണി, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന GGR മനോജ് അഗസ്റ്റിൻ, സെക്രട്ടറി KS രാജീവ്, CBR സ്റ്റേറ്റ് കോർഡിനേറ്റർ ചാക്കോച്ചനമ്പാട്ട, മെന്റൽ ഹെൽത്ത് കോർഡിനേറ്റർ ജോളി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന പുളിയമല കാർമൽ CMA പബ്ലിക് സ്കൂളിന്റെ 22ാമത് വാർഷികാഘോഷം ഡിസംബർ 4 നടക്കും. രാവിലെ 10 മുതൽ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ പരിപാടികൾ നടക്കും. കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ CMA, കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പ്ലാക്കൽ, വയലിനിസ്റ്റ് അപർണ ബാബു, സിനിമാ നടി വിൻസി അലോഷ്യസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട,
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കുടിയേറ്റകാലം മുതൽ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുന്ന ഒരു വിളവെടുപ്പുണ്ട്, കപ്പവാട്ട്. നിലവിൽ കപ്പ കൃഷി വൻതോതിൽ ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കപ്പ കൃഷിയും കപ്പവാട്ടുമൊക്കെ ആ പഴയ കുടിയേറ്റകാല കൂട്ടായ്മയുടെ ഓർമ്മയിൽ നിലനിർത്തി മുമ്പോട്ടു പോകുന്ന കർഷകരും ഇവിടെയുണ്ട്. കാണാം കപ്പവാട്ടിൻ്റെ വിശേഷങ്ങൾ. കുടിയേറ്റകാലത്ത് ഹൈറേഞ്ചുകാർ പട്ടിണിയോട് പൊരുതിയത് കപ്പകൃഷിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നെൽകൃഷിയോളം പ്രാധാന്യമുണ്ട് കപ്പകൃഷിക്കും. പറിച്ചെടുക്കുന്ന കപ്പ വാട്ടി ഉണങ്ങി സൂക്ഷിക്കും. പഞ്ഞക്കർക്കിടകത്തിലടക്കം ഹൈറേഞ്ചുകാരൻ്റെ പട്ടിണി അകറ്റിയത് വാട്ടുകപ്പയാണ്. ഒരു നാടൊന്നാകെ ഒന്നുകൂടി കപ്പ പറിച്ചു കൂട്ടും. സ്ത്രീകളും കുട്ടികളും കപ്പയുടെ കറുത്ത തൊലി ചുരണ്ടിയെടുക്കും. കുറച്ചുപേർ ചുരണ്ടിയ കപ്പ അരിഞ്ഞെടുക്കും. മൂർച്ചയുള്ള കത്തിയിൽ അരിഞ്ഞു വീഴുന്ന കപ്പ കണ്ടാൽ മിഷൻ കട്ടിംഗ് എന്ന് പറഞ്ഞു പോകും. ഒരേ കനം, ഒരേ വലിപ്പം. കാലങ്ങൾ കഴിഞ്ഞതോടെ നെൽകൃഷി എന്നോണം കപ്പകൃഷിയും ഹൈറേഞ്ചിന്റെ പടി കടന്നു തുടങ്ങി. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് കപ്പകൃഷി ഇറക്കുന്നത്. എന്നാലും കപ്പവാട്ട് ആ പഴയ ആവേശം തന്നെയാണെന്ന് കപ്പകൃഷി ഇപ്പോഴും മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി തടത്തിച്ചാലിൽ ബിജു പറയുന്നു. ആഘോഷത്തിന് കപ്പവാട്ട് 50 വർഷം മുമ്പുള്ള ആഘോഷം ഇപ്പോഴും ഉണ്ട്, ഒരു കുറവുമില്ല. അന്നുള്ള മാതിരി തന്നെ ഇന്നിപ്പോൾ അന്ന് കാരണവന്മാരെ കപ്പ വാട്ടിക്കൊണ്ടിരുന്ന മാതിരി ഇന്ന് പിള്ളേർ സെറ്റൊന്നും അങ്ങനെ ഒരു കപ്പവാട്ടും പരിപാടിയായിട്ടൊന്നും ബന്ധപ്പെടുന്നില്ലല്ലോ. അതിനെ കുറിച്ച് കാരണം കൃഷിക്കാർ കുറവല്ലേ, കപ്പപ്പണിയും കുറവ്. എല്ലാവരും കപ്പ മേടിക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ. കപ്പവാട്ടിലോട്ടോ അല്ലെ ഇങ്ങനെ കൃഷിപ്പണിയിലോട്ടോ ആരെങ്കിലും മാറുന്നുണ്ടോ? ആരുമില്ല. ഇത്തവണ ഈ കർഷകൻ കപ്പ നേരത്തെ പറിച്ച് വാട്ടുന്നതിനും ഒരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, എലിയും പന്നിയും അടക്കമുള്ളവയുടെ ആക്രമണം. പുതിയ തലമുറ വൈറ്റ് കോളർ ജോലി തേടി മലയിറങ്ങുന്നതും കുടിയേറ്റകാല കൂട്ടായ്മയിൽ ഹൈറേഞ്ചിന്റെ ദേശീയ ഉത്സവമായി മാറിയ കപ്പ പറിക്കലും വാട്ടലും ഇന്ന് അപൂർവ കാഴ്ചകളായി മാറുന്നതിന് കാരണമാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 380. വിൽപ്പനയ്ക്ക് വന്നത് 1,17,931. വിൽപ്പന നടന്നത് 1,16,152. കൂടിയ വില 3,182. ശരാശരി വില 2,401. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ. ഏലം കൂടിയ വില 2,350. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 830, കൊക്കോ 90, റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 11,905 രൂപ. വെള്ളി 196. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ജനറേറ്ററുകളുടെ അറ്റകുറ്റപ്പണികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂലമറ്റത്തെത്തി. അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം വൈദ്യുതി നിലയം അടച്ചത് കഴിഞ്ഞ മാസം. പവർ ഹൗസിലെ 5-6 ജനറേറ്ററുകളുടെ അപ്സ്ട്രീം സീലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് നിലയം അടച്ചത്. ഹൈറേഞ്ചിന്റെ തലസ്ഥാനവും ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ കട്ടപ്പന തെരഞ്ഞെടുപ്പിന് സജ്ജം. ഇത്തവണ ചരിത്രം തിരുത്തി കുറിക്കാൻ LDFും ഭരണം തുടരാൻ UDFും ആവനാഴികൾ നിറച്ച രംഗത്ത്. 2 തെരഞ്ഞെടുപ്പുകളിലും 2 വീതം സീറ്റുകൾ നേടിയ NDA നില മെച്ചപ്പെടുത്തി നിർണായക ശക്തിയാകാൻ സജീവം. LDF ഭരിച്ച ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 കോടി രൂപയുടെ വികസന ഫണ്ട് പാഴാക്കിയതായി UDF ജില്ലാ നേതൃത്വം. ജില്ലയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കേണ്ട ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ട് ലാപ്സാക്കിയത് നീതീകരിക്കാനാവില്ല. നടപ്പിലാക്കിയ പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നതായും നേതാക്കൾ. ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ പ്രവർത്തകരും സ്ഥാനാർത്ഥിമാരും ഉപ്പുതറ ഡിവിഷനിൽ വീടുകളിൽ വ്യാപകമായി സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോമുകൾ എത്തിക്കുന്നുവെന്ന പരാതിയുമായി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി രതീഷ് വരകുമല. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എന്നിട്ടും ഇപ്പോഴും ഈ പ്രവർത്തനം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നിർബാധം തുടരുകയാണെന്നും രതീഷ് വരകുമല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.